ഹലോ ഗൈസ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുബായിലെ ഏറ്റവും വലിയ ഫാമിലി ഫൺ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതായത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൻ്റെ 30ാമത്തെ സീസണാണിത്. ഇവിടെ ഫയർ വർക്ക്സും ഫുഡും കൾച്ചറും കാർണിവലും എല്ലാം ഇവിടെ ഒറ്റത്തളിരിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നേരത്തെ എത്തിയില്ലെങ്കിൽ പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാവും. പിന്നെ VIP പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. നമുക്കൊരു 5-10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്ലോബൽ വില്ലേജിൻ്റെ ഗേറ്റിന് സമീപം എത്താവുന്നതാണ്. പിന്നെ തീരെ നടക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ ഇലക്ട്രിക് റിക്ഷ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഗേറ്റിന് സമീപം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്നത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഇവിടെ നിന്ന് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. ഏതായാലും ടിക്കറ്റിന് 25 ദിർഹമാണ് വരുന്നത്. ലോകം മുഴുവൻ ഒരു സ്ഥലത്ത് കാണാൻ സാധിച്ചാൽ എങ്ങനെയിരിക്കും? വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളും ഭക്ഷണങ്ങളും സംഗീതവും ഷോപ്പിങ്ങും ഒക്കെയായി ഒരു സ്വപ്ന ലോകം തന്നെയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. ദുബായിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ പാർക്കാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം ഒക്ടോബർ 15 തുടങ്ങി അടുത്ത വർഷം, അതായത് 2026 മെയ് 10 ഈ ഫെസ്റ്റിവൽ അവസാനിക്കും. തണുപ്പ് കാലം അവസാനിച്ച് ഇവിടെ ഉഷ്ണകാലം തുടങ്ങുന്നതോടെ എല്ലാ പവലിയനുകളും തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പീക്ക് സീസൺ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം. പ്ലസൻറ്റ് വെതറായിരിക്കും ഈ സമയത്ത് ഡെയിലി കൾച്ചറൽ ഷോസും വീക്കെൻഡ് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സും സ്ട്രീറ്റ് പെർഫോമൻസും അന്താരാഷ്ട്ര കലാകാരന്മാരുടെ പ്രോഗ്രാംസും എല്ലാം ഇവിടെ അരങ്ങേറുന്നു. ദുബായ് സർക്കാരിന് കീഴിലുള്ള ദുബായ് ഹോൾഡിംഗ് ആണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഔദ്യോഗിക സംഘാടകർ. ഗേറ്റുകൾ തുറക്കുന്നത് വൈകിട്ട് 4 മണിയോടെയാണ്. 5 മണിയോടെ എത്തിയാൽ പകൽ വൈബും നൈറ്റ് വൈബും ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സൗകര്യമാണ്. നേരത്തെ എത്തിയാലുള്ള മറ്റൊരു സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. ആൾത്തിരക്കില്ലാതെ മനോഹരമായ ഫോട്ടോകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ എത്തുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം. അതുകൊണ്ട് നമ്മളൊരു 5 മണിയോടുകൂടി തന്നെ ഗ്ലോബൽ വില്ലേജിലെത്താൻ വേണ്ടി ശ്രമിക്കുക. 4 മണിക്ക് ഗേറ്റ് തുറക്കും. ഇവിടെ 90ഓളം പവലിയനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു ശ്രീലങ്കയുടെ പവലിയനാണ്. അവിടെയുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് പവലിയനാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചക്കയൊക്കെ ഇവിടെ കാണാം. ചക്കയുടെ വില കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ കാണുന്ന ഒരു പാക്കിന് 20 ദിർഹമാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ആഫ്രിക്ക, യൂറോപ്പ്, തായ്ലൻഡ്, അമേരിക്ക, ചൈന, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളുടെ പവലിയനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാ പവലിയനുകളിലും അതത് രാജ്യങ്ങളുടെ സംസ്കാരവും വസ്ത്രങ്ങളും ഹാൻഡിക്രാഫ്റ്റുകളും പ്രത്യേക ഉൽപ്പന്നങ്ങളെല്ലാം പ്രദർശനത്തിന് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഫുഡ് സ്ട്രീറ്റ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തായി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാം. ഇവിടെ ഡംപ്ലിങ്സും സീ ഫുഡും ഒക്കെയാണ് വിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് സീ ഫുഡിൻ്റെ ഒരു ഇനം ഞങ്ങൾ പരീക്ഷിച്ചൊക്കെ ഉണ്ടായി. പ്രോൺസിൻ്റെ ഒരു സ്റ്റിക്ക് ഞങ്ങൾ വാങ്ങി.
അതുപോലെ തന്നെ ഹാപ്പിനെസ് സ്ട്രീറ്റ്, ഇവിടെ ഷവർമ ഫ്രൈസ് ഒക്കെ ഹാപ്പിനെസ് സ്ട്രീറ്റിൽ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇടം ഡെസേർട്ട് ഐറ്റംസിനുണ്ട്. നൈട്രജൻ ഐസ്ക്രീം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ചാട്ട്, തുർക്കിഷ് കബാബ്, തായ് നൂഡിൽസ്, അറബിക് മന്തി, ഡെസേർട്ടുകൾ, നാഷ് ബർഗർ, ചീസ് വീൽ പാസ്ത, ടോക്കിയോ ഐസ്ക്രീം, ഫ്രൈഡ് പ്രോൺസ്, ബോസ്നിയൻ ചവാപ്പി എന്നിങ്ങനെ ഒട്ടനവധി രുചിഭേദങ്ങൾ ഇവിടെ നമ്മെ കാത്തിരിക്കുന്നു. ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഒരു ഫ്രൈഡ് പ്രോൺസ് വാങ്ങി. പിന്നീട് തായ് കോർണറിൽ പോയി അവിടെ നിന്ന് ടോക്കിയോ മാംഗോ ഐസ്ക്രീം കഴിച്ചു. ഈ ഐസ്ക്രീമിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇതൊരു അടിപൊളി ഐറ്റമാണ്. ഫ്രൈഡ് പ്രോൺസും കൊള്ളായിരുന്നു. ബോസ്നിയൻ ഐറ്റമായ ചവാപ്പിയും ഞങ്ങൾ കഴിച്ചു. യൂറോപ്യൻ രുചികളുടെ മറ്റൊരു വകഭേദമാണ് ഈ ചവാപ്പി. ഈ കാർണിവൽ സൈഡിലേക്ക് നീങ്ങിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് കാർണിവൽ റൈഡ്സ്. ത്രിൽ റൈഡ്സ്, ഫാമിലി റൈഡ്സ്, ഗെയിംസ് ആൻഡ് ഫൺ ആക്ടിവിറ്റീസ് എല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നവയാണ്. അതുപോലെ തന്നെയാണ് കൾച്ചറൽ ഷോസ്. ഇതാണ് ഇവിടുത്തെ പ്രധാന സ്റ്റേജ്. അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച കലാകാരന്മാരുടെ ലൈവ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റൊക്കെ ലഭിക്കുന്നതാണ്. ഇതൊക്കെ തികച്ചും സൗജന്യമായിട്ടാണ് ഈ കലാവിരുന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇവിടെ വമ്പൻ ഫയർ വർക്ക്സ് നടക്കാറുണ്ട്. ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫയർ വർക്ക്സ് ആണ് ചൂണ്ടിക്കാണുന്നത്. ചൊവ്വാഴ്ചകളിലും വീക്കെൻഡ് ഡേയ്സിലും ഒക്കെ ഫയർ വർക്ക്സ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. (2025) ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായി ഉൾപ്പെടുത്തിയ പവലിയനുകളാണ്. അതുപോലെ തന്നെ കൂടുതൽ ഫുഡ് ഓപ്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഇൻ്റർനാഷണൽ പെർഫോമൻസിൻ്റെ പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതും എല്ലാം ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. ഇത്തവണ വലിയ കലാകാരന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻ്റർനാഷണൽ പെർഫോമൻസിൻ്റെ പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് നമുക്കിവിടെ രാത്രിയിൽ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വർഷം പോയത് ക്രിസ്മസ് സമയമായതിനാൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ഗ്ലോബൽ വില്ലേജിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ക്രിസ്മസ് കരോളാണ് ഈ കാണുന്നത്. ഈ പരിപാടി ഗംഭീരമാണ്. സാന്റയുടെ വരവും കലാകാരന്മാരുടെ പ്രകടനവും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം.
ഗ്ലോബൽ വില്ലേജിൽ ചിലയിടങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട്. ഡ്രാഗൺ ലേക്ക് അതിന് പറ്റിയൊരു ഇടമാണ്. അതുപോലെ തന്നെ കൺട്രി പവലിയൻ എൻട്രൻസിലും നമുക്ക് മനോഹരമായ ലൊക്കേഷൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹാപ്പിനെസ് സ്ട്രീറ്റ്, നൈറ്റ് കാർണിവൽ ലൈറ്റ്സ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മനോഹരമായ ബെസ്റ്റ് ഫോട്ടോ സ്പോട്സുകളുണ്ട്. ഇവിടെ വെച്ചൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലേക്കും മറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പവലിയനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊന്നാണ് ഷോപ്പിംഗ്. ചെറിയ വിലയിൽ വലിയ സന്തോഷം നൽകുന്ന ഒരുപാട് ഇടങ്ങൾ ഈ ഗ്ലോബൽ വില്ലേജിലുണ്ട്. സ്പൈസസും സൊവനീഴ്സും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്, കണ്ടു മോഹിക്കാൻ സാധിക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ വാങ്ങുകയും ചെയ്യാം, ഓർമ്മയ്ക്കായി വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാർഗെയിനിങ് ഉണ്ട് കേട്ടോ. നമുക്ക് മാന്യമായ രീതിയിൽ ബാർഗെയിനിങ് നടത്തി സാധനങ്ങളൊക്കെ മേടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. വീക്ക് ഡേയ്സിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്, തിരക്ക് കുറവായിരിക്കും. എന്നാലോ വീക്കെൻഡ് ഡേയ്സിലും ഹോളിഡേയ്സിലും ഒക്കെ ഇവിടേക്ക് വരുമ്പോൾ വളരെയേറെ തിരക്കാണ് അനുഭവപ്പെടുക. ഏതാണ്ട് ഒരു 5:30 നമ്മളിവിടെ എത്തിപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈവനിങ് വൈബും നൈറ്റ് വൈബും ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയമാണത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇവിടെ വെള്ളത്തിന് 2 ദിർഹമാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഏതാണ്ട് ഒരു 4 ആൾക്ക് വരുന്ന ഫാമിലിക്ക് ഏതാണ്ട് 250 മുതൽ 350 AED വരെയാണ് ഇവിടെ ചിലവാകുന്ന തുക. ടിക്കറ്റ് 25 AED ആണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെ പവലിയനിലും കയറി ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പാദരക്ഷകൾ ധരിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. കാർഡ് എടുക്കുന്നുണ്ട്, എല്ലാ പവലിയനുകളും കാർഡ് സ്വീകരിക്കും. ഇത് ഞങ്ങൾ പോയത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു ദിവസമായതുകൊണ്ട് തിരക്ക് വളരെ കൂടുതലാണ്. നടന്നു പോകാൻ കഴിയാത്ത ഒരു തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തൊക്കെ എല്ലാ ആളുകളും എത്തിപ്പെടുന്നുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഫോണും ക്യാമറയൊക്കെ നല്ല രീതിയിൽ ചാർജ് ചെയ്യുക. ഒരുപാട് മനോഹരമായ ലൊക്കേഷൻസും ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചാർജ് ചെയ്ത് വരുന്നത് നന്നായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ മനോഹരമായ മനം കവരുന്ന കാഴ്ചകൾ ആവോളം ക്യാമറയിൽ പകർത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ദുബായിലെത്തിയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഡെസ്റ്റിനേഷനാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഇവിടെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദുബായിലെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ യാത്രയുമായി വീണ്ടും വരാം. അതിന് നന്ദി, നമസ്കാരം.